വെൽക്കം ടു കുട്ടി സ്റ്റോറീസ്. ആദ്യം തന്നെ പറയട്ടെ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പം ഇന്ന് നല്ല ഭയങ്കര വെയിലുള്ളൊരു ദിവസമാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു വീട്ടിൽ ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനും ഭയങ്കര മടിയൊക്കെ ആയത് കാരണം ഞങ്ങളുടെ സ്വന്തം പ്രസാദ് ചേട്ടൻ ഇവിടെ ആർബ്രോത്തിൽ താമസിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ചേട്ടന്റെ വീട്ടിലോട്ട് വന്ന് ചേട്ടൻ ഇവിടെ ഞങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് എന്തുണ്ടാക്കി തന്നു. നല്ല എന്തൊക്കെ ഉണ്ടാക്കി ചേട്ടാ? നല്ല ചിക്കൻ സ്റ്റൂവും വീറ്റ് പൊറോട്ടയും ട്യൂണ ഫ്രൈ, പിന്നെ പല വെറൈറ്റി ഓഫ് പൊറോട്ടാസ് ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അനിയൻ പൊറോട്ട, പിന്നെ വീറ്റ് പൊറോട്ട, പിന്നെ മൈദ പൊറോട്ട. ഒന്നുകൊണ്ട് പൊറോട്ടയും കൊണ്ടൊരു സംസ്ഥാന സമ്മേളനമായിരുന്നു ഇവിടെ. എന്തായാലും സൂപ്പറായിട്ട് ഞങ്ങൾ അതെല്ലാം ഭക്ഷണം കഴിച്ചു. പിന്നെ അത് ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വാട്ടർമെലനും മാംഗോയും തന്നു. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് വയറ് പൊട്ടാറായിട്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ ഇനി ദഹിക്കണം. ഇനി ദഹിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ ആർബ്രോത്തിലെ ക്ലിഫ് ഉണ്ട്. നമ്മള് ക്ലിഫ് കയറാൻ വേണ്ടി പോവാണ്. അത് നടന്ന് കയറി ഈ ഭക്ഷണം എല്ലാം ദഹിക്കുമ്പോൾ നമ്മൾ അടുത്ത ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറാവും. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? ഒരു നല്ല ഷേക്കും മേടിക്കും, ഡോണറ്റ്സും മേടിക്കും. ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ. ഇപ്പോഴത്തെ ഒന്നും പറയാൻ പറ്റത്തില്ല, എപ്പോ വേണേലും പ്ലാൻ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലിഫ് കയറാൻ പോവാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ ക്ലിഫ് കയറാൻ വേണ്ടിട്ട് ഇവിടെ എത്താറായി. ഇതാണ്ട് ഇമാമോളോ ക്ലിഫ് കയറാൻ റെഡിയാണോ? പോയി. അപ്പൊ സ്വിമ്മിങ് പഠിക്കുമ്പോ പോവാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഒരാള്. പിന്നെ ഇതേ ക്ലിഫ് കണ്ടോ അതാണ് നമ്മുടെ ക്ലിഫ്. നല്ല ഉറക്കമാണ്. നമുക്ക് ക്ലിഫ് കേറുമ്പോ ഉള്ള ബാക്കി വ്യൂ കാണിക്കാം. ഇവിടെ ഭയങ്കര തിരക്കാണ്, നിറയെ വണ്ടികളൊക്കെ ഉണ്ട്. ക്ലിഫ് കയറാൻ വേണ്ടി വന്നവരാണോ ഇവരെല്ലാരും? ഫിഷിങ്ങിന് ഇവിടെ ഫിഷിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ പാരാഗ്ലൈഡിങ് ഉണ്ട്. പാരാഗ്ലൈഡിങ് ഇവിടെ ഒന്ന് മണ്ടയ്ക്കൊക്കെ ഒരു സാധനമൊക്കെ ഞാൻ കണ്ടായിരുന്നു. കേട്ടോ, ആൾക്കാരൊക്കെ വെറുതെ ഒക്കെ ഇവിടെ ഇരിക്കുന്നൊക്കെ ഉണ്ട്. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മുടെ ഫുഡ് അടി എല്ലാം കഴിഞ്ഞു. നമ്മള് ട്രെക്കിങ്ങിലോട്ട് കിടക്കുവാണ് ഗായ്സ്. അപ്പം ഇതാണ്ടോ, ഇത് നമ്മള് ആർബ്രോത്ത് ക്ലിഫ് ട്രെയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നേക്കുന്നത്. ഇവിടുത്തെ ചെറിയൊരു അഡ്വഞ്ചറസ് ട്രെക്കിംഗ് സ്പോട്ടാണ്. ഇത് നോക്കിക്കേ, ഇത് അടുത്തോട്ട് കൊണ്ടുതന്നെ ഇതുണ്ട്. നമ്മളിപ്പൊ നിൽക്കുന്നത് യു ആർ ഹിയർ, ഇവിടെയാണ് നിൽക്കുന്നത്. ഇതിനകത്ത് കണ്ടോ 27 സ്ഥലങ്ങളുണ്ട് കേട്ടോ. അങ്ങ് അവിടം വരെ 27 പോയിന്റ്സ് ഉണ്ട്. അപ്പം ഇത് നമുക്ക് ഇവിടുന്ന് നടന്ന് അവിടെ എത്താം. പക്ഷെ നമുക്ക് ഇത്രയും പിള്ളേരെയൊക്കെ വെച്ചോണ്ട് ഇത് പിള്ളേരെ മാത്രമല്ല, എനിക്കും ഇത്രയും നടക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് ഇവിടുന്ന് നമ്മള് 1, 2, 3 വരെ മാക്സിമം എത്തുമായിരിക്കും. മെയിൻ ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നടക്കാൻ പറ്റും, പിന്നെ നമുക്ക് സൈക്ലിംഗ് ഉണ്ട്, പിന്നെ ഉള്ളത് കയാക്കിംഗ് ഉണ്ട്, അതുപോലെ ഫിഷിംഗ് ഉണ്ട്. അപ്പം ഇവിടെ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല നമ്മൾ ഈ പോകുന്ന വഴിക്ക്. അപ്പൊ ഇതുണ്ട്, ഇവിടെ കണ്ടോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ കയാക്കിംഗ്, ഫിഷിങ്ങിന്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്, സൈക്ലിങ്ങിന്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇത് കണ്ടോ എമർജൻസി. നമ്മൾ ഈ പോകുന്ന വഴി എവിടെയെങ്കിലും നമ്മളെ കാണാതായി മിസ്സായി പോവല്ലെങ്കിൽ ജസ്റ്റ് കോൾ 999. അവരവിടെ വന്ന് നമ്മളെ രക്ഷിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ നമ്പേഴ്സ് ഒക്കെ ഇവിടെ കൊടുത്തേക്കുന്നത്. നമ്മൾ വിളിക്കുക, വണ്ടിയിലാണെന്ന് പറഞ്ഞാൽ അവരവിടെ വന്ന് നമ്മളെ രക്ഷിക്കും. മനസ്സിലായോ? അങ്ങനെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. എനിക്കിപ്പോൾ ഇച്ചിരി തണുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സണ്ണൊക്കെ പോയി. കണ്ട സൈഡിലൊക്കെ നല്ല പൂക്കളൊക്കെ ഉണ്ട്. പൂക്കളുണ്ട്. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് കടൽ കാണാം. ആ വഴി ഞങ്ങൾ നടന്ന് ഇച്ചിരി കയറിയപ്പോൾ ഇവിടെ 2 ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ബെഞ്ചിട്ടപ്പോൾ നോക്കിയപ്പോൾ ആണ്ടേ ഒരു ബൊക്കെയൊക്കെ വെച്ചു. അപ്പോൾ ഞാൻ ആൻസറിനോട് പറയായിരുന്നു ഇവിടെ ആരെങ്കിലും പ്രൊപ്പോസ് ചെയ്തതൊക്കെ ആയിരിക്കുന്നു. അപ്പം പ്രസാദ് ചേട്ടൻ പറഞ്ഞു അതങ്ങനെയല്ല, ഇത് നോക്കൂ, ഇൻ ലവിങ് മെമ്മറി ഓഫ് ബെത്ത് റോബ്. അപ്പം ഈ പുള്ളിക്കാരൻ്റെ ഫാമിലി ആണെന്ന് തോന്നുന്നു ഈ ബെഞ്ച് സ്പോൺസർ ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഓർമ്മയ്ക്ക് കൊണ്ട് വെച്ചതായിരിക്കാം. ഇത് കണ്ടോ, അവിടുന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി ഇങ്ങനെ ഇതുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റീപ്പാണ്. അപ്പം എനിക്ക് താഴോട്ട് അങ്ങനെ ഇറങ്ങാൻ പേടിയായതുകൊണ്ട് ഞാനിത് ഇവിടെ വരെ
നിന്നിട്ട് ദേ താഴെ കണ്ടോ ആൾക്കാർ ഫിഷിങ്ങിന് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഫിഷിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ്. അപ്പം ഫിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ ആൾക്കാർ വരാറുണ്ട്. ഇവിടെ ഭംഗിയാണ് പക്ഷെ കാണാൻ വേണ്ടിയിട്ട്. ഇതുണ്ട്, ഇതിപ്പോൾ ആക്ച്വലി ലോ ടൈഡാണ്. ലോ ടൈഡ് ആയതുകൊണ്ടാണ് വെള്ളം അങ്ങ് ഇറങ്ങി കിടക്കുന്നത്. കുറച്ച് ഹൈ ടൈഡ് ആകുമ്പം ഇത് മുകളിലോട്ട് ഇച്ചിരിയും കൂടെ മോള് വരെ വെള്ളം വരും. അപ്പോൾ നമ്മൾ ഈ സൈഡിലൊക്കെ നിന്ന് ഫിഷ് ചെയ്യാം. ഹൈ ടൈഡിലാണ് ആക്ച്വലി കൂടുതൽ ഫിഷസ് ഒക്കെ കിട്ടുക. 3 സ്പോട്ട് വരെ പോയി, ആ ഫിഷിങ്ങിൻ്റെ സ്പോട്ട് വരെ പോയിട്ട് ഞങ്ങളിനി തിരിച്ച് പോവാണ്. ഇത്രയും ദൂരം നടന്നപ്പം തന്നെ മടുത്തു ആക്ച്വലി. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇപ്പം സമയം 4 മണിയായി. ഒരു 6 മണിയാകുമ്പോഴേനും നമുക്ക് വീട്ടിലെത്തണം. കാരണം ഞങ്ങൾക്ക് ഗസ്റ്റ് വരുന്നുണ്ട് വീട്ടിൽ നിന്ന്. എങ്ങനെയുണ്ടോ? നല്ല കണ്ട് കൊമ്പ് വെച്ച പോലെയുണ്ട്. അപ്പേ ഈ മമ്മോളെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടോ കാണാൻ? സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി പൂ ഇല്ല വെക്കാൻ തലയിൽ, പോ, സ്ഥലമില്ല. ഇനി നമുക്ക് തലയിൽ പൂ വെക്കണം. ഇവിടെ ക്ലാസ് ഉണ്ട്. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നു. അപ്പം ഞങ്ങൾ മറ്റേ ഡോണറ്റ്സ് മേടിക്കുന്ന കടയിൽ പോയിട്ടാണ് ഇങ്ങോട്ടേന് വന്നത്. അപ്പം ഡോണറ്റ്സ് ഇനി കഴിക്കണം. പക്ഷെ എൻ്റെ വളരെ ഭക്ഷണമൊന്നും ദഹിച്ചില്ല ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എന്തായാലും ടേസ്റ്റുള്ള സാധനമല്ലേ, ഒരു കൈ നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഡോണറ്റ്സും കഴിക്കാം. ഇമാമോള് മടുത്തു. അപ്പം ഇമാമോക്ക് എന്ത് വേണം? ഇമാമോക്ക് ഉറക്കം വരുന്നു, മൊത്തം പ്രശ്നമാണ്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് ഇനി ഒരു ഷേക്കും മേടിച്ച് സ്പ്രൈറ്റ് കുടിച്ച് ഡോണറ്റ്സും കഴിച്ച് വീട്ടിലോട്ട് പോവാം. ഷേക്ക് വന്നിട്ടുണ്ട്, മിൽക്കി ബാർ ഷേക്കാണ്. ഞാൻ കുടിച്ചു നോക്കി, നല്ല മിൽക്കി ബാറിൻ്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്, കൊള്ളാം, നൈസ്. അപ്പം നമ്മൾ ഇതും കുടിച്ചുകൊണ്ട് പ്രസാദ് ചേട്ടനെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് നമ്മൾ വീട്ടിലോട്ട് ടാറ്റ പോവാണ്. ഓക്കെ, അപ്പോൾ ബൈ.